I'm sweating, guys. I'm sweating. Bye, guys. ഈ കൃഷ്ണകുമാറിന് ഇത്രയ്ക്കും ദാരിദ്ര്യമാണോ? ഈ മക്കൾക്ക് ഇത്രയ്ക്കും ദാരിദ്ര്യമാണോ? അതോ പൈസയ്ക്ക് ഇത്രയ്ക്കും ആക്രാന്തമാണോ? കാരണം കൃഷ്ണകുമാറിന്റെ മക്കളൊക്കെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വിവരമൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. അഹാന കൃഷ്ണൻ ഒരു വണ്ടിയൊക്കെ എടുത്ത്, ഒരു പുതിയ വലിയ വണ്ടിയൊക്കെ എടുത്തപ്പോഴത്തേക്കും സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് തന്നെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സെലിബ്രിറ്റിയാണ്, ഒരുപാട് പേര് കാണാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആ വളർച്ച, സബ്സ്ക്രിപ്ഷനിലെ വളർച്ച കണ്ടിട്ടാണോ, ഇനി സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം സബ്സ്ക്രിപ്ഷൻ തരംഗമായതുകൊണ്ടാണോ കൃഷ്ണകുമാറിൻ്റെ മറ്റൊരു മകളും കൂടി തുടങ്ങിയിരിക്കുകയാണ് സബ്സ്ക്രിപ്ഷൻ? അപ്പൊ കാലം ഇത് എങ്ങോട്ടാണ് പോക്ക്? ഈ കൃഷ്ണകുമാറിന്റെ മക്കൾക്കൊക്കെ ഇത്രയ്ക്ക് ദാരിദ്ര്യമുണ്ട്, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം മേടിച്ച് വേണം ജീവിക്കാൻ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അപ്പൊ ഈ സാധാരണക്കാരെയൊക്കെ ഒന്ന് സമ്മതിക്കണം അല്ലേ? നടന്നു വരുമ്പം ആ ശരീരത്തിന്റെ ആ ഒരു കുലുക്കം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അത് സബ്സ്ക്രിപ്ഷന് വേണ്ടി മാത്രമുള്ള ഒരു കുലുക്കമാണ്. നമ്മളല്ലാതെ നടന്നു വരുമ്പോൾ ഇങ്ങനെ കുലുങ്ങി കണ്ടിട്ടില്ല. ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുലുക്കവും പല കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം. അത് മാത്രമല്ല, ദേ വിയർത്തത് കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോ? ഞാൻ ദേ വിയർത്തു ഗൈസ്, ഞാൻ വിയർത്തു. കാരണം അമ്മ അതിൽ കഷ്ടപ്പാടല്ലേ ഈ സബ്സ്ക്രിപ്ഷനിൽ കിടന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ വിയർത്തത് വരെ തൊട്ട് കാണിച്ചിരിക്കുകയാണ്. കൃഷ്ണകുമാർ പണ്ടൊരു ഇന്റർവ്യൂ പറഞ്ഞൊരു കാര്യം നമുക്കൊന്ന് കേട്ടാലോ? സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഞാൻ തരേണ്ടതല്ല, ഞാൻ ആരാ തരാൻ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ അകത്തുണ്ട്, എൻ്റെ അകത്തുണ്ട്. ഈ നിങ്ങൾ പിന്നെ കാണുന്ന പോലെ അത്ര കൂളൊന്നും അല്ല. ഞാൻ ഈ പിള്ളേർക്കൊക്കെ നല്ല വഴക്കും ചീത്തയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നേക്കാൾ അറിവ് എനിക്ക് പുതിയ തലമുറ വളരെ ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തലമുറയും വളർന്നു വരുമ്പോൾ പിൻതലമുറക്കാർ വരും, തലതെറിച്ച ഒരു തലമുറ തന്നെ കേട്ടോ. അപ്പൊ എൻ്റെ മക്കള് അമ്പടയിലൂടെ കറങ്ങുന്നു, പെൺകുട്ടികൾ ഒരു നിയന്ത്രണമില്ല, കണ്ടവന്റെ കൂടെ ഇതാണ് പറയുന്നത്. എനിക്കും ഇതേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പെൺകുട്ടികളുടെ കൂടെ പോവുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. അഥവാ ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയാൽ പച്ചക്കള്ളം വീട്ടിൽ ഒന്ന് പറയും. പിന്നെ ഏതും ഓവർ യൂസ് അപകടമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വാട്ടെവർ ഇറ്റ് ഈസ്, ഓവർ യൂസ് അപകടം തന്നെയാണ്. അത് കറക്റ്റാണ് കേട്ടോ. കുറേ നാൾ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സിനിമയിൽ അത്ര അങ്ങോട്ട് ജ്വലിച്ചു നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്ര വലിയ നല്ല കഥാപാത്രമൊന്നും ചെയ്തിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. ആകെ ഒന്നോ രണ്ടോ സിനിമ, കുറച്ച് സിനിമയിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളെക്കാട്ടിലും ബുദ്ധിയുണ്ട് ഇന്നത്തെ തലമുറയ്ക്കെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. അത് സത്യമാണ്. കാരണം പെമ്മക്കളൊക്കെ ഇത് കാശ് മാറിയല്ലേ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന പരിപാടിയിലൂടെ. സാധാരണക്കാരായ ആൾക്കാരൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഇവരുടെ ഇതുപോലെ വിയർത്തതും കുലുക്കുന്നതും ഒക്കെ കണ്ട് അവരടയ്ക്കുന്ന കാശ് മേടിച്ച് ആഡംബര ജീവിതം നയിക്കുന്ന, അതൊക്കെ ഈ ഒരു ബുദ്ധിയൊന്നും അന്നത്തെ കാലത്ത് ഈ കൃഷ്ണകുമാറിനൊന്നും ഇല്ലാതെ പോയി. ഉണ്ടായിട്ടും കാര്യമില്ല. ഒക്കെ ശരിയാണ്, കൃഷ്ണകുമാർ പറഞ്ഞ ഈ ഒരു കാര്യം സമ്മതിക്കുന്നു. നമ്മുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, നാട്ടുകാരുടെ അഭിപ്രായം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ പലതും പറയും, പൊതുജനം പലവിധം ഒക്കെയാണല്ലോ. പക്ഷേ ഈ സബ്സ്ക്രിപ്ഷനും അങ്ങനെയാണോ? ഈ മക്കളൊക്കെ, പെൺമക്കളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഓണാക്കി വെച്ചിട്ട് ഈ പൈസ അടച്ചു വരുന്നവർക്ക് ഇതുപോലെ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്ത്, ഇങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കാണിച്ചു കൊടുത്ത്, ഇങ്ങനെ കുലുക്കി കാണിച്ചു കൊടുത്ത്, വിയർത്തത് കാണിച്ചു കൊടുത്തതും അങ്ങനെ അവരടയ്ക്കുന്ന കാശ് മേടിച്ചിട്ട് ജീവിക്കുന്നതുമൊക്കെ സ്വാതന്ത്ര്യമായിരിക്കും അല്ലേ കൃഷ്ണകുമാരെ? ആയിരിക്കും. അത് ഏത് കാര്യമാണേലും ഓവറായി കഴിഞ്ഞാൽ കുഴപ്പമാണ്. അത് കൃഷ്ണകുമാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് സ്വാതന്ത്ര്യം മക്കൾക്ക് കൊടുത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന് തുണി അഴിക്കുന്ന ആ ഒരു സാഹചര്യം വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോഴും അച്ഛൻ പറയുന്നത് മക്കളുടെ സ്വാതന്ത്ര്യം, ഞാൻ മക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് എന്നാണ്. അപ്പം എന്താണ് താങ്കളെ പോലെയുള്ള ആൾക്കാർ പൊതുജനത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്?
അല്ല, എന്താണ് നിങ്ങളുടെ മക്കളുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഈ അധികമായാൽ അമൃതും വിഷമാണെന്നാണല്ലോ. ഓവർ സ്വാതന്ത്ര്യം കൊടുത്തു വീട്ടില്. ഓവർ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ മക്കൾ അത് നന്നായിട്ട് അങ്ങ് വിനിയോഗിച്ചു. ഇപ്പൊ സബ്സ്ക്രിപ്ഷനിലാണ് മക്കളെല്ലാവരും കയറി പിടിച്ചിട്ടുള്ളത്. ഞാൻ ആലോചിക്കുന്ന മറ്റൊന്നുമല്ല, ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി പെണ്ണുങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓടിപ്പോയി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ആലോചിക്കുന്നത്. വളരെ കഷ്ടമാണ്. എങ്ങോട്ടാണ് നമ്മുടെ ഈ നാടിന്റെ പോക്ക്? ഏതെങ്കിലും ഒരു പെണ്ണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് കേട്ടാൽ തന്നെ ഒപ്പ ചാടി ഓടി അങ്ങോട്ട് പോവുക, സബ്സ്ക്രൈബ് ചെയ്യുക, അവളുടെ തുണിയഴിച്ചാട്ടം കാണുക. അതിന് പണം പോകുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല. എന്നാൽ സ്വന്തം വീട്ടിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കോ? അതില്ല. ഇതിനൊക്കെ കടിഞ്ഞാണിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം വളർന്നു വരുന്ന തലമുറകൾ ഓരോരുത്തരായിട്ട് ഇപ്പം ഈ സബ്സ്ക്രിപ്ഷൻ എന്ന പരിപാടിയിലേക്ക് പോവുകയാണ്. നേരത്തെ അങ്ങനെയൊന്നുമല്ല. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക, കുറച്ച് റീൽസ് എടുക്കുക, അതിന് വരുന്ന കമൻറ്റ് ലൈക്കൊക്കെ നോക്കി ഇരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു പെൺകുട്ടികളുടെ ചിന്താഗതി. പക്ഷെ പെൺകുട്ടികളുടെ ചിന്താഗതി ഇന്ന് മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പം ഏത് വിധേനയും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം പെൺകുട്ടികളുടെ ചിന്താഗതി. അതിന് ഏറ്റവും വലിയ എളുപ്പ കാര്യമാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ. ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല കേട്ടോ, ഫേസ്ബുക്കിലും ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. വലിയ കഷ്ടപ്പാടൊന്നുമില്ല. അല്ലാതെ ഇപ്പോൾ യൂട്യൂബിലാണേലും ഇൻസ്റ്റാഗ്രാമിലാണേലും ഫേസ്ബുക്കിലാണേലും നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിന് വ്യൂസ് വരാനായിട്ട് പാടായിരിക്കും. അതിന് എത്ര വ്യൂസ് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കണം. ഇതൊരു കഷ്ടപ്പാടുമില്ല. ഒരു സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുക, അതങ്ങോട്ട് ഒന്ന് പ്രൊമോഷൻ കൊടുക്കുക, അനൗൺസ് ചെയ്യുക, ഞാൻ ഡേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്ന് പറഞ്ഞ് വെറുതെ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി. ആ ഒരു പോസ്റ്റ് കണ്ട് ഇതുപോലെ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരെല്ലാം ഓടിച്ചെന്ന് അങ്ങോട്ട് ചെന്ന് സബ്സ്ക്രിപ്ഷൻ എടുക്കും. അപ്പം അത് കഴിയുമ്പോൾ അതിനകത്ത് ചെന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച്, വലിയ കഷ്ടപ്പെടുന്ന നിങ്ങൾ കണ്ടില്ലേ, വരിക, ഉടുപ്പൊന്ന് ഊരി കാണിക്കുക. ആദ്യം വരുമ്പോൾ ഉടുപ്പുണ്ടാവും കേട്ടോ, അതിനുശേഷം ഉടുപ്പൊന്ന് ഊരി കാണിക്കുക, പിന്നെ ഇതുപോലെ ഒന്ന് നടന്ന് കാണിക്കുക, പിന്നെ പല ഭാഗങ്ങളും ഒന്ന് സൂം ചെയ്ത് കാണിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എടുത്ത അമ്മമാരും ഹാപ്പി, ഈ ഇങ്ങോട്ട് എമൗണ്ട് വന്ന ഈ ചേച്ചിമാരും ഹാപ്പി. എന്നാലും ഈ കൃഷ്ണകുമാറിൻ്റെ മക്കൾക്ക് ഇത്രയ്ക്കും ദാരിദ്ര്യം ഉണ്ടാകും, ഈ ഒരു ലെവലിലേക്കൊക്കെ ഇവർ വളരും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി എന്തായാലും നമ്മുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയൊക്കെ അഡിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല പല ആൾക്കാരും സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഇത്രയധികം വിവാദമൊക്കെ ആയപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആരൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കും കണ്ടറിയാമെന്ന്. അപ്പോൾ എന്തായാലും ഹൻസികയിൽ എത്തി നിൽക്കുകയാണ്. ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് പേര് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന പരിപാടിയിലേക്ക് മുന്നോട്ട് വരും. സാധാരണക്കാരും സെലിബ്രിറ്റികളും അങ്ങനെ പല ആൾക്കാരും വരും. തുണി ഉരിഞ്ഞും പ്രദർശിപ്പിച്ചും ഒക്കെ കാണിച്ച് പണം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പെൺകുട്ടികളും ചേച്ചിമാരും ഒക്കെ മുന്നോട്ട് വരുന്ന കാലമാണ്. അപ്പോൾ എന്താകും ഇനി വരും തലമുറയുടെ അവസ്ഥ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് കാലത്തിൻ്റെ പോക്ക്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.